നമ്മൾ ഇനി പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ഡോക്യുമെൻറ്റ്സുകൾ ഇതിൽ ഡിസൈൻ ചെയ്യാമെന്നാണ്. ക്യാൻവ പൊതുവെ ഒരു ഡോക്യുമെൻ്റ് ഡിസൈനർ അല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അഥവാ ഒരു ഡോക്യുമെൻറ്റ്സിനെ ആൾറെഡി എല്ലാ ഇൻ്റർഫേസും ഒക്കെ സെയിം ആയിരിക്കും, എങ്കിലും ഡോക്യുമെൻറ്റ്സ് കൂടി ഞങ്ങൾക്ക് എങ്ങനെ ഇതിൽ ഡിസൈൻ ചെയ്യാമെന്ന് ജസ്റ്റ് നമുക്ക് പറയാം. ക്രിയേറ്റ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ ഡോക്യുമെൻ്റ് ഡിസൈൻ ചെയ്യണം. ഇവിടെ ഡോക്ക് എന്നൊരു സമീപം തന്നെയുണ്ട്. ഓട്ടോ സൈസ് ഡോക്യുമെൻറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ സൈസിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരിക അതിൻ്റെ ഫയൽ എങ്ങനെ അലൈൻ ചെയ്യണം എങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ് എക്സാമ്പിൾസ് നമുക്ക് പറയാം. റെസ്യൂം ഉണ്ടാക്കാൻ പറ്റും, ലെക്ചർ, റിപ്പോർട്ട്, പ്രൊഫഷണൽ യൂസിനാണെങ്കിലും പേഴ്സണൽ യൂസ്. ഒരുപാട് ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമാണ്. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ അറിയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി CV അങ്ങനെയുള്ള കാര്യങ്ങൾ CV ഡിസൈൻ ചെയ്ത് കൊടുത്തത്. CV ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു കല തന്നെയാണ്. അപ്പോൾ CV പ്രൊഫഷണൽ CVs നമുക്കിതിൽ ഒരുപാട് ഡിസൈൻസ് ഇതിലുണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യേണ്ടി വരില്ല. ഒരു CV എടുത്താൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഡിസൈൻസ്. എത്രത്തോളം ക്രിയേറ്റീവായി എത്രത്തോളം ജോലിക്ക് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ സ്പെഷ്യലി നിങ്ങളൊരു ക്യാൻവ ഡിസൈനറായിട്ടൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത്രത്തോളം ഭംഗിയുള്ളൊരു CV തന്നെ നിങ്ങൾ ഡിസൈൻ ചെയ്യണം. മാക്സിമം വളരെ മനോഹരമായിട്ടുള്ള CV ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഇനി ഇതിൽ തന്നെ നമുക്ക് അടിച്ചു നോക്കാം. പ്രൊഫഷണൽ CV പോലെ തന്നെ ക്രിയേറ്റീവ് CVയും നമുക്ക് ഇതിൽ ലഭ്യമാണ്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ജസ്റ്റ് ഇവിടെ CV അടിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് CVകൾ അവൈലബിൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോന്നിനുള്ള ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡോക്യുമെൻ്റ് ബിസിനസ്സിന് ആവശ്യമാണോ ആ ഡോക്യുമെൻറ്റുകളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് നല്ലത് ഇതിന് ടെംപ്ലേറ്റ് എടുക്കുന്നത്. കാരണം ഡോക്യുമെൻ്റ് ഒരു ഫോർമൽ ഡോക്യുമെൻ്റാണ്, ഏത് ഡോക്യുമെൻ്റാണ് ഇതിനൊരു യൂണിറ്റി ഉണ്ടാവും. അതാണ് ബിസിനസ്സിൽ എപ്പോഴും ബിസിനസ്സിന് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റി നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. സോ നിങ്ങൾക്കത് ഇവിടുന്ന് ടെംപ്ലേറ്റ് എടുക്കലാണ് എപ്പോഴും നല്ലത്. പിന്നെ ഞങ്ങൾക്ക് വേണ്ട അടുത്ത ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് ഞാൻ ലെറ്റേഴ്സ് എൻവലപ്സിൻ്റെ ഡിസൈൻസ് നിങ്ങൾക്ക് ബിസിനസ്സിന് ആവശ്യമുണ്ട്. ഓക്കെ, നിങ്ങളൊരു ഫുൾ പാക്കേജ് എടുക്കുകയാണെങ്കിലൊക്കെ അഥവാ ഒരു എൻ്റയർ ബ്രാൻഡിങ് പാക്കേജ് എടുക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾ അവർക്ക് എൻവലപ്പും കൂടി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് മോഡൽസ് ഇതിലുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ മാത്രം തന്നെ മതിയാവും. പിന്നുള്ളതാണ് നിങ്ങൾക്ക് കമ്പനിക്ക് വരുന്ന ഇൻവോയ്സുകൾ. ഇൻവോയ്സ് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. ഒരുപാട് ഇൻവോയ്സുകൾ ഉണ്ടാവും. ഇൻവോയ്സ് വളരെ സൗകര്യമുള്ളതാണ്. ഞാനിപ്പോൾ ഡിസൈൻസ് നിങ്ങൾക്ക് എക്സാമ്പിൾ എടുത്തിട്ട് കാണിക്കാം. ഒരു ഡിസൈനാണിത്. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ തന്നെ ആൾറെഡി അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോയാണെങ്കിൽ ഓരോന്നും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. കമ്പനി ലോഗോ, കമ്പനി ഇത്, ഈവൻ നിങ്ങളുടെ കളർ മോഡിലേക്ക് ഇത് മാറ്റാനും പറ്റും. ഈ ഡിസൈൻസ് മിക്ക ഡിസൈൻസുകളും കളർ മോഡിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ രൂപ എന്നുള്ളത് ഡോളറിലേക്ക് മാറ്റേണ്ടി വരും. ഓക്കെ, രൂപ കിട്ടാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. സെർച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രൂപ യൂണിക്കോഡ് എന്ന് സെർച്ച് ചെയ്താൽ, രൂപ യൂണിക്കോഡ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് രൂപയുടെ യൂണിക്കോഡ് കിട്ടും. സോ നിങ്ങൾക്ക് ഇവിടെ പോയാൽ എവിടെയെങ്കിലും ഈ രൂപയുടെ ചിഹ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നിൽക്കുക, കോപ്പി, എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്താൽ മതി. ഷിഫ്റ്റ് V
കൺട്രോൾ ഷിഫ്റ്റ് വി ആണ് എപ്പോഴും നിൽക്കേണ്ടത്. വെറും വി നിൽക്കിയാൽ ചില സമയങ്ങളിൽ ബ്രേക്ക് വരാറുണ്ട്. എങ്കിലും നിങ്ങൾക്ക് പേസ്റ്റ് അടിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് ബട്ടൺ നിൽക്കിയിട്ട് പേസ്റ്റ് ആകത്ത് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്തു, എല്ലായിടത്തും ഇത് ഇവിടെ ചിഹ്നമായിട്ടുണ്ട്. ഇതാണ് ഇൻവോയ്സ് ഉണ്ടാകുന്നത്, ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മാക്സിമം അവരുടെ ബ്രാൻഡ് കളറിലേക്ക് കൊണ്ടുവരാൻ നോക്കണം. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കാം. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ എഴുതേണ്ട ഇത് പൊതുവെ പേയ്മെൻറ്റ് ടേംസ് ഒക്കെ പൊതുവെ നിങ്ങൾക്ക് ChatGPT വെച്ച് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമം ഡ്യൂട്ടിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ വേണ്ട പല ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്, അത് ഡോക്യുമെൻ്റ് എന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിൽ പല ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിട്ട്. അതേപോലെ തന്നെ ടു ഡു ലിസ്റ്റ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ചാക്കുകൾക്കുള്ള ഓരോ കമ്പനികളിലും പൊതുവെ യൂസ് ചെയ്യുന്നതാണ് അവരെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഒരുപാട് ടു ഡു ലിസ്റ്റിൻ്റെ ചിലത് എയർപോർട്ട് സൈസിലായിരിക്കും. ഒരുപാട് ടു ഡു ലിസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ അവരുടെ ബ്രാൻഡിങ്ങിലേക്ക് കൊണ്ടുവന്നാൽ വളരെ മനോഹരമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്ലയൻറ്റ് വരുമ്പോൾ അവർക്ക് എന്തൊക്കെ ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെ ഇതിൽ നോക്കാം. കാരണം എൻ്റെ ബ്രാൻഡിങ് ഡിസൈൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. സോ ബിസിനസ് ഡോക്യുമെൻറ്റ്സ് എന്ന് ഞാനൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാണ്. ഒരുപാട് എക്സാമ്പിൾസ് തന്നെ അവർ കാണിച്ചു തരും. പ്രപ്പോസൽ, ബിസിനസ് പ്ലാനുകളുണ്ട്. അത് വളരെ ഒന്ന് നമ്മളൊക്കെ ചെയ്തു കൊടുക്കുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടാണ്. കാരണം ഒരു ബിസിനസ്സിനെ അവരുടെ ഒരു ഐഡിയയെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം അവർക്ക് തന്നെ. പിന്നെ അവർ പോലും അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല. അതിനേക്കാൾ അവർ എക്സ്പെക്ട് ചെയ്തേക്കാൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. അത് തീർച്ചയായിട്ടും ഒരുപാട് ബിസിനസ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. ഓക്കെ, എനിക്ക് നമുക്ക് കൂടുതലായിട്ട് എക്സാമ്പിൾസിലും മറ്റും